ഐഷുവാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തേത് ഒരു ഫ്രൈഡേ വ്ളോഗാണ്, വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹേസൂട്ട് നല്ല ഉറക്കമാണ്. എന്നും നമ്മളെ വിളിക്കാതെയാണ് പോകുന്നതൊക്കെ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഹേസൂട്ടിനും ഉറങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുക്കിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബിരിയാണി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് ദിവസമായിരുന്നു ബിരിയാണി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചു. അതിനുശേഷം ഉള്ളിയും സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചിക്കൻ ഐസ് പോയി കഴിഞ്ഞപ്പോൾ അതൊന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിക്കൻ രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസൊക്കെ പോയ സമയത്ത് ചെറിയൊരു മാരിനേഷൻ, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാരിനേഷൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ഉള്ളിയും സവാളയും എല്ലാ സാധനങ്ങളും ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജീരകശാല അരി ഒന്ന് കഴുകി ക്ലിയർ വാട്ടർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെച്ചു. ഫസ്റ്റ് ട്രൈയിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് സക്സസ് ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാം അരിഞ്ഞൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായ സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ ഗീയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് സ്പൈസസ് ഒക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബേ ലീവ്സും കറുവപ്പട്ടയും അതേപോലെ ഏലക്കയും കരാമ്പൂവും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൊത്തി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്തു. ഒരു 3/4 ഭാഗത്തോളം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിൽ ദമ്മ് ചെയ്യുന്നത് പോലെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും വഴറ്റുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ അതൊന്ന് വഴറ്റി വരുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് ഒരു പാൻ വെച്ചിട്ട് അതിൽ കിസ്മിസും അതുപോലെ തന്നെ കാഷ്നട്ടും കുറച്ച് ഉള്ളിയും കൂടി ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മാത്രം സവാള ഇട്ട് കൊടുത്തു. വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് 2 പേർക്കും കുറച്ച് ബിരിയാണി മതിയല്ലോ. അപ്പോൾ ആ ഒരു അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് സാധനങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈസി ആക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗീ ഒന്ന് മെൽറ്റായ സമയം കൊണ്ട് അതിലേക്ക് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാള ഒന്ന് ആ ഒരു വൈറ്റ് കളർ ആയിട്ടുണ്ട് കേട്ടോ. പിങ്ക് കളറിൽ നിന്ന് വൈറ്റ് കളറിലോട്ട് ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് ഇപ്പുറത്തെ സവാള ഒന്ന് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് തന്നെ ലാസ്റ്റ് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അതും റെഡി ആയിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ്. അതിന് ശേഷം കുക്കറിൽ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടി നോക്കുക. നമ്മളിപ്പോൾ ഉള്ളിയിലും ഇട്ടിട്ടുണ്ട്, അതേപോലെ മാരിനേഷന് വേണ്ടിയിട്ട് ചിക്കനിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഇടുക. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണോളം നല്ല പുളിയില്ലാത്ത തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും ആ ഒരു ടേസ്റ്റ് കിട്ടാനും തലശ്ശേരി ദം ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. ബിരിയാണിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു തൈര് എന്ന് പറയുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തൈരും കൂടി
ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും തൈരും കൂടി ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ലൂസാവും, ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ അഡീഷണൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിക്കോളൂ കേട്ടോ. അതിന് ശേഷം ഉപ്പും കൂടി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക കേട്ടോ. അടച്ച് വെച്ച് വേവിക്കേണ്ട, കുറച്ച് നേരം ഒന്ന് ആ ഒരു കുക്കറിൻ്റെ മൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക, കുറച്ച് നേരം മാത്രം. അതായത് ആ ഒരു തൈരൊക്കെ ഒഴിച്ചതിന് ശേഷം ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചിക്കൻ്റെ ആ ഒരു കളർ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതായത് ഒരു ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്ക് റൈസ് ഇതേപോലെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിക്കനും റൈസും കൂടെ മിക്സ് ചെയ്യാനേ പാടില്ല കേട്ടോ. അടിയിലെ മസാല വേറെ, അതിൻ്റെ മുകളിലത്തെ ചോറ് വേറെ ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യണം. പതിയെ അടിയിലെ മസാല അറിയാണ്ട് തന്നെ ഇതേപോലെ പതിയെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വേവിച്ച അരിയല്ല, പച്ചയായിട്ടുള്ള സോക്ക് ചെയ്തിട്ടുള്ള അരിയാണ്. ഇതൊരു 10 മിനിറ്റ് മുമ്പേ നമ്മൾ കഴുകിയിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ജീരകശാല അരിയാണ് കേട്ടോ. ഇനി നമ്മൾ സൈഡിലായിട്ട് ഈ ഒരു മൂടി വെച്ച സമയം കൊണ്ട്, കുക്കർ മൂടി വെച്ചിട്ടുള്ള ആ ഒരു സമയം കൊണ്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. നമ്മുടെ അരിയുടെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ, ഇപ്പോൾ 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം തന്നെ എടുത്ത് തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട മീൻസ് നമുക്ക് ബിരിയാണിക്ക് എടുക്കുന്ന സമയത്ത് ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിടാനായിട്ട് കേട്ടോ. അതിനുശേഷം ആ ഒരു വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ പതിയെ ഈ ഒരു റൈസിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. റൈസ് ലെവൽ ചെയ്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുക. റൈസ് വേറെ മസാല വേറെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി മിക്സ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ റൈസും മസാല ആയിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ എടുക്കുക. എനിക്ക് ആ ഒരു ടൈപ്പിനോട് അത്ര വലിയ ഇഷ്ടമില്ല. ഇതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളതും. അതിനുശേഷം ആ ഒരു വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ പതിയെ ഈ ഒരു റൈസിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. പതിയെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് മിക്സ് ആവാത്ത രീതിയിൽ, അടിയിലെ മസാല കൂടി മിക്സ് ആവാത്ത രീതിയിൽ വേണം പതിയെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, ബാക്കി വന്നിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടി ഇതിലേക്ക് ചേർത്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കിസ്മിസും കാഷ്യൂനട്ടും കൂടി കുറച്ച് അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഒരൊറ്റ വിസിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ ഏൽപ്പിക്കുക. അതിനുശേഷം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കുന്നതിന്, അടുത്ത വിസിൽ കേൾക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്, രണ്ടാമത്തെ വിസിൽ കേൾക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഫുൾ എയർ അതിനകത്ത് തന്നെ നിൽക്കട്ടെ. അങ്ങനെ നിന്ന് കഴിഞ്ഞാലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ദം കിട്ടത്തുള്ളൂ കേട്ടോ. നോർമലി എല്ലാവരും കുക്കറിൽ ഒരു വിസിലെന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു മസാലയും അല്ലെങ്കിൽ ആ ഒരു ചിക്കൻ്റെ വേവും എല്ലാം കറക്റ്റായിട്ട് അങ്ങനെ കിട്ടണമെന്നില്ല. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവും വേറെ രീതിയിലാണെങ്കിലും ഞാൻ 2 പ്രാവശ്യവും വെച്ച് നോക്കിയിട്ട് ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു 2 വിസിൽ കേൾക്കുന്നതിന് ഇടയിലുള്ള ആ ഒരു ടൈം എടുക്കുന്ന സമയത്താണ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് വിസിൽ കേൾക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സെക്കൻഡ് വിസിൽ കേൾക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം അതിൻ്റെ എയറൊക്കെ നോർമലി അത് പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാതിന് ശേഷം വെയിറ്റൊക്കെ മാറ്റിയിട്ട് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുക. ഞാനിത് വിസിൽ വെച്ച സമയത്ത് തന്നെ ഡോറൊക്കെ അടച്ചതിന് ശേഷമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈസിട്ട് എഴുന്നേക്കില്ല. അതുകൊണ്ട് ഡോറൊക്കെ അടച്ചതിന് ശേഷമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് തീർന്നു, കിച്ചൻ്റെ പണി തീർന്നിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ കിച്ചണൊക്കെ ഒതുക്കിയതിന് ശേഷം കിച്ചണൊന്ന് തുടച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ഇന്നലെ വല്ലാണ്ട് കിടക്കുകയായിരുന്നു, എണ്ണമയമൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അങ്ങ് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ട് തുടച്ചിട്ട് ഞാൻ വേഗം തന്നെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിക്കാൻ കയറിയ സമയം കൊണ്ട് ഹെയ്സൂട്ടം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇക്കായും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഒക്കെ താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ചായ എന്തെങ്കിലും കുടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. പക്ഷേ പിന്നീട് ഒക്കെ പറഞ്ഞ് താഴെ പോയിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വരാമെന്ന്. തൊട്ട് അടുത്ത് തന്നെ ഒരു കടയുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നാസ്ത വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. ഹെയ്സൂട്ടൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് മൂഡ് മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എഴുന്നേറ്റപ്പോൾ തന്നെ ഒക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് ഹാപ്പി ആയിരുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് റൂം തിരിച്ച് വെച്ചേനെ. ഇന്ന് ഹെയ്സൂട്ടന് കൊടുക്കാൻ പോകുന്നത് കാപ്പൊടിയായിരുന്നു കേട്ടോ. ഏത്തക്കായൻ്റെ പൊടിയായിരുന്നു. അപ്പോൾ അത് കുറുക്കിയിട്ട് ഞാനും ഇക്കായും കൂടി ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഹെയ്സൂട്ടന് കുറുക്ക് കൊടുത്തു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഒന്നും കഴിക്കില്ല. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഹെയ്സൂട്ടന് കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം അടവും കാര്യങ്ങളൊക്കെ കാണിച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇക്ക ഉള്ളത് കൊണ്ട് ഒരുവിധം ഒന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ. TV ഒക്കെ ഇട്ട് ഒന്നും ഓക്കെ ആയി. ഇക്ക ഇടയ്ക്കിടയ്ക്ക്
ഇടയ്ക്ക് കളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഓക്കെ ആയി. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും ഫുള്ള്. ഞാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. ഇന്നും ബഹളമില്ല എന്നല്ല, നല്ല കരച്ചിലുണ്ടായിരുന്നു. എങ്കിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധം എളുപ്പമായിരുന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഒറ്റയ്ക്ക് കഴിക്കുന്ന ആ ഒരു ടെൻഡൻസിയൊക്കെ ഇപ്പോൾ മാറി മാറി വന്നിട്ടുണ്ട്. ആ ഒരു വയ്യായികയൊക്കെ വന്നതിന് ശേഷം ആൾ ഓക്കെ ആയിട്ട് വരാനായിട്ട് കുറേ ടൈം എടുക്കുന്നുണ്ട്. ഭയങ്കര കരച്ചിലാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട്. ഓക്കെ ആയിട്ട് വരുമായിരിക്കും. ഇപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വ്ളോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പൂൺ ഭയങ്കര ഇഷ്ടമാണ്. സ്പൂണും കൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്. കുളിക്കാൻ പോയാലും കഴിക്കാനാണെന്നുണ്ടെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിലും അവന് കയ്യിലൊരു സ്പൂണ് വേണം. അങ്ങനെ കുറുക്കൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം ഇക്കാരെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തേ. ഇന്ന് നമ്മൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഹേസുട്ടൻ നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ട്. അങ്ങ് നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. വലുതായിട്ട് തിക്കില്ലാന്നുണ്ടെങ്കിലും നീണ്ട് വളരുന്നുണ്ട്, ചുരുണ്ട് വരുന്നുണ്ട് ഹെയർ. അപ്പോൾ ഒന്ന് മുടി വെട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് മുടി വെട്ടാൻ കൂടി പോകുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ നാസ്ത കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇക്ക റെഡിയായിട്ട് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നേ, ജുമാക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും നമസ്കരിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. ഹേസുട്ടനും ഞാനും കുറച്ച് നേരം നമസ്കരിച്ചതിന് ശേഷം എൻ്റെ കൂടെ ഖുർആനൊക്കെ ഓതുമ്പോൾ കൂടെ ഇരിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഖുർആൻ അവന് വേണം, എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് പേജൊക്കെ മറിച്ചൊക്കെ നോക്കും. ആ സമയത്ത് ഒരു ദിവസം കയ്യിൽ തട്ടിയിട്ട് കീറിയ സമയത്ത് ചെറുതായിട്ടൊന്ന് പേജ് കീറിയിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമയത്ത് പിന്നീട് എളുപ്പമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണോ എന്തോ പിന്നീട് പേജ് കീറാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നേ. അതുകൊണ്ട് ഞാൻ പിന്നെ കൊടുക്കാറില്ല. അപ്പോൾ നമസ്കരിച്ചതിന് ശേഷം കുറച്ച് നേരം എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എഡിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടയ്ക്ക് തന്നെ വന്ന് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യാനുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അടിപൊളി ഈസി ആയിട്ടുള്ള വളരെ യമ്മി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിലും കുട്ടികളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റുന്ന, ഏത് സമയവും ഇങ്ങനെ കിച്ചണിൽ നിൽക്കാതെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ചോയ്സാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ചിക്കൻ തന്നെ വേണമെന്നില്ല, മഷ്റൂം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗ് ചെയ്യാം, നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മതി. എന്താണെന്നുണ്ടെങ്കിലും മസാല താഴെയായിട്ടും മുകളിൽ റൈസും ആയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് ചിക്കനോ അല്ലെങ്കിൽ മീറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ മസാലയും മുകളിൽ കുറച്ച് റൈസുമായിട്ട് ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതേപോലെ നല്ല തുരായിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും. കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ നിന്ന് നിൽക്കാൻ വയ്യായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല മണമായിരുന്നു. നമ്മൾ നോർമൽ ദം ബിരിയാണി വെക്കുന്നതിനേക്കാളും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും റൈസിൽ ഈ ഒരു കുക്കറിൽ വെക്കുന്ന സമയത്ത് കിട്ടും കേട്ടോ. ഞാൻ ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂനട്ടും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം റൈസിൻ്റെ ലെയർ, ഇതേ നോക്കിയാൽ റൈസ് വേറെ മസാല വേറെ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു റൈസിൻ്റെ ആ ഒരു ലെയർ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം റെഡിയാണ്, ഇനി കഴിച്ചാൽ മതി. അടിയിൽ നല്ല മസാലയും ചിക്കൻ നല്ല രീതിയിൽ കുക്കായിട്ടുള്ള ചിക്കനും മുകളിൽ നല്ല റൈസുമായിട്ട് കിട്ടും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആയിട്ട് ഞാൻ മുട്ട കൂടി പുഴുങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഹേസുട്ടനുള്ള മുട്ട കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹേസുട്ടന് വൈകിട്ട് സ്നാക്കായിട്ടെങ്ങാനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 3 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം റൈത്ത കൂടി ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് കുക്കുംബറും അതേപോലെ ക്യാരറ്റും തൈരും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ആയിട്ട് അതൊന്ന് ചെറുതായിട്ട് കുനുകുനാ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് സാലഡ് ആക്കാൻ വേണ്ടിയിട്ട്, റൈത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്ന് റെഡിയാക്കി വെച്ചു. അതിന് ശേഷം പപ്പടം കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു. പപ്പടം കൂടി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഹേസുട്ടൻ അതിൻ്റെ ഇടയിൽ എൻ്റെ പുറകെ തന്നെ ഉണ്ട്. ഹേസുട്ടൻ സ്നാക്കായിട്ടൊന്ന് പഴം കൊടുത്തിട്ടുണ്ടായിരുന്നേ. ചെറിയ പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഹേസുട്ടനും നമ്മളോടൊപ്പം തന്നെ ചോറ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടേ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ നാസ്ത കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ നാസ്ത കുറച്ച് നേരത്തെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡേ നമ്മളൊരു 5-6 മണിയൊക്കെ ആവും കേട്ടോ ലഞ്ച് കഴിക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ നാസ്ത കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് വിശക്കത്തൊന്നുമില്ല. പിന്നീട് ഒരു 5 മണിയൊക്കെ ആകുന്ന സമയത്താണ് നമ്മൾ കഴിക്കാറുള്ളത്. പക്ഷേ ഇന്നൊരു 3 മണി 2:30-3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ. നേരത്തെ തന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ നാസ്ത കഴിച്ചത് കൊണ്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പപ്പടമൊക്കെ പൊരിച്ചതിന് ശേഷം നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ദം ബിരിയാണി നമുക്ക് കുക്കെല്ലാം ചെയ്തെടുക്കുക എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ.
അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ എടുത്തു. അതിനുശേഷം മുട്ടയും റൈത്തയും പപ്പടവും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നാരങ്ങയച്ചാറും ഒക്കെ ആയിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. യേസുട്ടന് നമ്മൾ കൂടെ തന്നെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. യേസുട്ടന് അതിനിടയിൽ തന്നെ പഴമൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് ദേഹം കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് കുളിപ്പിച്ചില്ല കേട്ടോ, കാരണം മുടിയൊക്കെ വെട്ടിയതിന് ശേഷം എന്തായാലും കുളിപ്പിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇന്ന് രാവിലെ എന്തായാലും ദേഹം കഴുകിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. റൈത്ത ഉള്ളതുകൊണ്ട് യേസുട്ടന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിരിയാണി അല്ലെങ്കിൽ മന്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ യേസുട്ടന് റൈസ് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. കുറച്ചൊക്കെ ഒന്ന് കഴിക്കും, പിന്നെ നിർബന്ധിച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നല്ല വെന്തിട്ടുള്ള നല്ല റൈസായിരുന്നേ, അതുകൊണ്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അവന് കഴിക്കാനാണെന്നുണ്ടെങ്കിലും കുറച്ചൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചു. ഇക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. യേസുട്ടൻ പുറത്ത് പോകാൻ നേരത്ത് ഭയങ്കര സന്തോഷവും കാര്യമൊക്കെയാണ്. ലാസ്റ്റായിരിക്കും യേസുട്ടനെ ഒരുക്കുന്നത്, റെഡിയാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും. റെഡിയാക്കി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവൻ ഇറങ്ങിയിരിക്കണം. എവിടെയെങ്കിലും പോകാനാണെന്നുണ്ടെങ്കിൽ അവന് നന്നായിട്ട് അറിയാം, ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. റെഡിയാക്കാനായിട്ടേ നിൽക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങാം, ഡയപ്പർ മതി എന്നുള്ള രീതിയിൽ അപ്പോഴേ ഇറങ്ങണം, ഡ്രസ്സൊന്നും ഇടാനേ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ഇത് ട്രെൻഡി ആവുന്ന വാങ്ങിച്ചിട്ടുള്ളതാണ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ റെഡിയായിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. യേസുട്ടന് ഡ്രസ്സൊക്കെ ചെയ്ത സമയത്ത് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് നല്ല ചൂടായതുകൊണ്ട് കുറച്ചൊന്ന് കരച്ചിലും കാര്യമൊക്കെ ആയിരുന്നേ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ടാക്സിയിലൊക്കെ കയറിയ സമയത്ത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ തന്നെ ടാക്സിയിൽ കയറിയിട്ട്, അടുത്തല്ല കേട്ടോ, കുറച്ചൊന്ന് ദൂരമാണ്. അങ്ങനെ സലൂണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യേസുട്ടന് ഹെയർ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ അപ്പാച്ചി ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവന് ഹെയർ കട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇത് മലയാളിയുടെ ഒരു സലൂണാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഒരുപാട് തിക്നെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ യേസുട്ടന് അങ്ങനെ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. തിക്നെസ് ഇല്ലാത്തത് കൊണ്ട് ഹെയർ കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കുറച്ചൊന്ന് ഹെയർ വളർന്നതിന് ശേഷമുള്ള ഹെയർ കട്ട്. ഇത്രയും നാൾ എന്താണ് തലയിലെ മുടി ഫുള്ളെടുത്ത് കളഞ്ഞിട്ടുള്ള പരിപാടി മാത്രമായിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഒരു ഹെയർ കട്ടായിട്ട് ചെയ്യുന്നത്, ഇപ്പോഴാണ് കേട്ടോ. അങ്ങനെ ചെന്നിരുന്ന ആ ഒരു സമയം ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് കോംബ് ചെയ്യാനൊക്കെ നോക്കിയ സമയത്ത് കുറച്ചൊന്ന് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോ സാധനങ്ങളെടുത്ത് അവിടെ ഇരുന്ന് ഓരോ സാധനങ്ങളെടുത്ത് ആൾ കൊടുക്കുന്നുണ്ടായിരുന്നേ. ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിരുന്നു. ഹെയർ സ്റ്റൈലിനെ കളിപ്പിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഓരോന്ന് ചെയ്യുന്നത്. ഭയങ്കര കംഫർട്ടബിളായിരുന്നു കേട്ടോ. യേസുട്ടൻ ആദ്യം എന്തോ ചെയ്യാൻ വലിയ കാര്യം എന്തോ ചെയ്യാൻ വരുന്ന ഒരാളായിട്ട് ഭീകരനായിട്ടൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഓരോ സാധനങ്ങളും എടുത്ത് കൊടുത്തപ്പോൾ ഭയങ്കര കമ്പനിയായി. പിന്നെ ലാസ്റ്റ് ആളടുത്ത് ഭയങ്കര കൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം എടുത്തിട്ടുണ്ടായിരുന്നു. ആൾ അത്രയും കെയർ ചെയ്ത് ഓരോന്നും ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വന്ന സമയത്ത് തന്നെ അപ്പുറത്തെ റൂമിലുള്ള ബാച്ചിലേഴ്സ് റൂമിൽ നിന്ന് തന്നെ 3 പേരും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വന്ന് അവരും കൂടി ഇരുന്ന് മാക്സിമം ഒരു ഓക്കെ ആക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു ആദ്യമൊക്കെ. പിന്നീട് ഓരോന്ന് എടുത്ത് കളിപ്പിച്ച് ഓക്കെ ആക്കിയ സമയത്ത് ആൾ ഓക്കെ ആയി. ഫസ്റ്റ് ചെന്ന സമയത്ത് അവിടെ TV ഉണ്ടായിരുന്നു, പക്ഷേ അതിലൊന്നും നോക്കുന്നില്ലായിരുന്നു. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫോണിൽ കാർട്ടൂണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത സമയത്താണ് ഒന്ന് ഓക്കെ ആയത്. പിന്നീട് ഓരോന്നും ട്രിം ചെയ്യുന്ന സമയത്തും കട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ബഹളമായിരുന്നു. പിന്നീട് അത് പതിയെ ആ ഒരു ബഹളമൊക്കെ മാറി ആളടുത്ത് കമ്പനിയായി. അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ആൾ നല്ല കെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പതിയെ പതിയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ഭയങ്കര ശ്രദ്ധയോടുകൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊരു മുറിവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അവൻ ഇരുന്ന ഒരു രീതിക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കട്ടെങ്കിൽ വരാനുള്ളതാണ്. കാരണം അത്രയ്ക്കും നല്ല രീതിയിലല്ലായിരുന്നു കേട്ടോ ഇരുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് തലപ്പൊക്കുകയും തല ആട്ടുകയും വെട്ടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ല കെയർ ചെയ്തെടുത്തത് കൊണ്ട് ഓക്കെ ആയിരുന്നു. വലിയ തിക്നെസ് ഒന്നും ഇല്ലാത്ത ഹെയർ ആയിരുന്നു. പക്ഷേ ബാക്കിൽ കണ്ട സമയത്ത് ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. ആദ്യം കണ്ട ആളെ ആയിരുന്നില്ല, പിന്നീട് ഫേസൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി കേട്ടോ. ഹെയർ കട്ട് വന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. നമ്മൾ എന്നും കാണുന്നത് കൊണ്ട് നമുക്ക് വലിയ ചേഞ്ചസ് അറിയാനായിട്ട് പറ്റില്ല. പക്ഷേ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട് കേട്ടോ, അവൻ്റെ ഫേസ് മാറിയിട്ടുണ്ട്, പല്ല് വന്നിട്ടാവുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. നമ്മൾ എന്നും കാണുന്നതുകൊണ്ട് അങ്ങനെ അത്രയ്ക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഹെയർ കട്ട് ചെയ്ത സമയത്ത് നല്ലോണം ഫേസ് മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ലാസ്റ്റൊക്കെ ആയ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നേ. അവളടുത്ത് ഭയങ്കര കമ്പനിയായി, നല്ല ഓക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പുറകിലൊക്കെ ഡ്രിം ചെയ്ത സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ആൾക്ക്. സത്യം പറഞ്ഞാൽ ഇക്ലി ആക്കുന്നത് പോലെ ആൾ പെട്ടെന്ന് തല വെട്ടിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിലൊക്കെ ആയ സമയത്ത് വെച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നേ. ഫൈനൽ ലുക്ക് ഇതാണ്. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വേറൊരു ഫേസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര കമ്പനിയായി. ഹേസുട്ടൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. ഹേസുട്ടൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. കുറേ നേരം കറങ്ങിയൊക്കെ നിന്ന് ലാസ്റ്റ് നമ്മൾ പിടിച്ചെടുത്തോണ്ടാണ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കമ്പനിയായി, അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവിടെ. അങ്ങനെ ഹെയർ കട്ടൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ റൂമിൽ നിന്ന് റോജിബായും സനലും ബിലാജിക്കയും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അവരൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ കുറച്ച് നേരം ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെയർ കട്ടൊക്കെ ചെയ്തപ്പോൾ പിന്നെ ഭയങ്കര ജാടയായിരുന്നു ആൾക്ക്. പിന്നെ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. ആരുടെ കയ്യിലും ഇരിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം നടന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ തിരിച്ചൊന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല ചൂടും കാര്യങ്ങളായിരുന്നു. പക്ഷേ സലൂണിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ നടന്നു തുടങ്ങിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു. എങ്കിലും വല്ലപ്പോഴും അല്ലേ നമ്മൾ ഒരുപാട് അങ്ങനെ ലോങ് നടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനും പറഞ്ഞു നടക്കാമെന്ന്. അങ്ങനെ നടന്നു. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് റാപ്പും ജ്യൂസൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി നടന്നിട്ടുണ്ടായിരുന്നു. റൂമിൻ്റെ താഴെ
ആക്കിയിട്ട് നമ്മൾ രണ്ടുപേരും റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള വഫയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മോളുണ്ട്, അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും ഹീസുട്ടനും നേരെ തന്നെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹീസുട്ടന് എന്തായാലും ഇനി കുളിപ്പിക്കണം, കാരണം ദേഹം മൊത്തം ഹെയർ ആയിരുന്നു. അങ്ങനെ ഞാൻ വന്ന ഉടനെ തന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുളിപ്പിച്ചിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഉടനെ തന്നെ ആൾക്ക് ഹെൽത്ത് മിക്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ചോറ് കൊടുത്തിട്ട് ഒരു മുട്ടയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. വന്നിട്ട് ഞാൻ ഹെൽത്ത് മിക്സും കൂടി കുറുക്കിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ റൂമിലേക്ക് വന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നേ. സന്തോഷത്തിന് ഒരു സംഭവം കിട്ടുകയും ചെയ്തു. വേറൊന്നുമല്ല, നമ്മുടെ ആ ഒരു മിററിൻ്റെ അടുത്തിരുന്ന ആ ഒരു ഫ്ലവർ വേസ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിന് വഴക്ക് കൊടുത്തപ്പോഴാണ് ഈ ഒരു കരച്ചിലും കാര്യങ്ങളും. ഞാൻ മൈൻഡ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കുറ്റം കാണിച്ചു കഴിഞ്ഞാൽ, വഴക്ക് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും. ഞാൻ വഴക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഓക്കെ ആക്കാനായിട്ട് ഇവിടെ നിൽപ്പുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ എൻ്റെ അടുത്ത് വാശി കാണിക്കുക. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ എന്നൊക്കെ പറയുന്നുണ്ട്, അവൻ അറിയാതെ കയ്യിൽ നിന്ന് വീണ് പോയതാണ്, അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഭവം അറിഞ്ഞില്ല അവൻ, സത്യം പറഞ്ഞാൽ അത് ഫ്ലവർ എടുത്ത സമയത്ത് കയ്യിൽ നിന്ന് താഴെ വീണ് പോയതാണ്. പക്ഷേ നല്ലതായിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവർ വേസാണ്. അതിങ്ങനെ നമ്മൾ റൂം മാറ്റി മാറ്റി വന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ എനിക്കത് പൊട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ പാതിരാത്രിയിലും ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വന്നു. ഇനി എങ്ങാനും അവിടെ എവിടെ എങ്ങാനും ഇനി എന്തെങ്കിലും പൊടിയോ പൊട്ടോ എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ ഹീസുട്ടൻ്റെ കയ്യിൽ തന്നെ കിട്ടും. അതുകൊണ്ട് അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തു ഗൈസ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇൻഷാ അല്ലാഹ്. അതുവരെ. Bye bye.